നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. ചാച്ചാജിയുടെ ഓർമ്മകളുമായി ശിശുദിനം. നാടെങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ. പാടശേഖരങ്ങളിൽ മദ്യക്കുപ്പികൾ വലിച്ചെറിഞ്ഞ് മദ്യസംഘങ്ങൾ. വെസ്റ്റ്, ധനികുളം, പൊന്തിപ്പുലം എന്നീ പാടശേഖര സമിതികളാണ് മദ്യപാനികളുടെ ക്രൂര വിനോദത്തിന്റെ ഇരകൾ. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് സമീപം ദേശീയപാതയിലെ കുഴിയിൽ വീണ ബൈക്ക് യാത്രികന് പരിക്ക്. ആലങ്ങാട് പീച്ചാമ്പള്ളി റോഡിൽ തോടിന് സമീപത്തു നിന്നും കഞ്ചാവ് ചെടി കണ്ടെത്തി. 2.5 അടി നീളമുള്ള 2 മാസം പ്രായമുള്ള കഞ്ചാവ് ചെടിയാണ് കണ്ടെത്തിയത്. ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ല കേരള സ്കൂൾ കലോത്സവം ഈ മാസം 18 മുതൽ 21 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചുമട്ടുതൊഴിലാളി മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധയിടങ്ങളിൽ ചുമട്ടുതൊഴിലാളികൾ പ്രതിഷേധ ധർണ നടത്തി. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 5 ലക്ഷം രൂപ ചെലവഴിച്ച് എച്ചിപ്പാറ ട്രൈബൽ സ്കൂളിൽ ആധുനിക രീതിയിൽ സജ്ജീകരിച്ച കമ്പ്യൂട്ടർ ലാബ് തുറന്നു. വിശദമായ വാർത്തകളിലേക്ക്. ചാച്ചാജിയുടെ ഓർമ്മകളുമായി ശിശുദിനം. കുഞ്ഞുങ്ങളെ ജീവന തുല്യം സ്നേഹിച്ച പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് രാജ്യം ശിശുദിനമായി ആചരിക്കുന്നത്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് കുഞ്ഞുങ്ങളോടുണ്ടായിരുന്ന സ്നേഹവായ്പകളുമാണ് നവംബർ 14 ശിശുദിനമായി ആചരിക്കാൻ കാരണം. അലഹബാദിൽ 1889 നവംബർ 14 ജവഹർലാൽ നെഹ്റു ജനിച്ചത്. കുട്ടികൾക്ക് വേണ്ടിയുള്ള അവകാശങ്ങൾ, വിദ്യാഭ്യാസം എന്നിവയ്ക്കായി നിരന്തരം പോരാടിയ ആളായിരുന്നു നെഹ്റു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ ശിശുദിനം ആഘോഷിക്കുന്നതിന്റെ പ്രാധാന്യവും ഏറെയാണ്. കുഞ്ഞുങ്ങളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് ദോഷകരമായി ബാധിക്കുന്നതെന്തും രാജ്യത്തെയും ബാധിക്കുമെന്നായിരുന്നു നെഹ്റുവിന്റെ പക്ഷം. ജാതി മത വേർതിരിവുകളില്ലാത്ത പരസ്പര സ്നേഹത്തിൽ കെട്ടിപ്പടുക്കേണ്ടതാണ് കുട്ടികൾക്കിടയിലെ സൗഹൃദമെന്ന് നെഹ്റു വിശ്വസിച്ചു. കുട്ടികളുടെ ക്ഷേമത്തിനായി സദാ പ്രതിബദ്ധനായിരുന്നു നെഹ്റു. കുട്ടികൾക്ക് സുരക്ഷിതമായ പരിസ്ഥിതി ഒരുക്കുക എന്ന വലിയ ലക്ഷ്യം കൂടി ശിശുദിനം ഉന്നമിക്കുന്നു. ശിശുദിനം നാടെങ്ങും വർണ്ണാഭമായാണ് ആഘോഷിച്ചത്. വിവിധയിടങ്ങളിൽ നടന്ന ശിശുദിനാഘോഷത്തിന്റെ കാഴ്ചകൾ കാണാം. പുതുക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ജവഹർലാൽ നെഹ്റു ജന്മദിനാചരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് TS രാജു അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഷാജു കാളിയങ്കര, KJ ജോജു, സതി സുധീർ, NC ജോബി, ജസ്റ്റിൻ ആറ്റുപുറം, PD ജെയിംസ് എന്നിവർ സംസാരിച്ചു. ശിശുദിനത്തോടനുബന്ധിച്ച് അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് ഹരിതസഭ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം പ്രിൻസൺ തയ്യാലക്കൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PB സുഭാഷ്, ഭാഗ്യവതി ചന്ദ്രൻ, പ്രിൻസി ഡേവിസ്, സനൽ മഞ്ഞളി, സജന ഷിബു, PS പ്രീജു, അശ്വതി പ്രവീൺ, അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീജിത്ത്, CDS ഗിരിജ പ്രേംകുമാർ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് പരിധിയിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി ക്വിസ് മാസ്റ്റർ ശശികുമാർ മത്സരം സംഘടിപ്പിച്ചു. വിജയികൾക്ക് സമ്മാനദാനവും നടത്തി. ശിശുദിനാഘോഷങ്ങളുടെ ഭാഗമായി വെണ്ടൂർ സെന്റ് മേരീസ് സ്കൂളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജോസ് പുന്നോലപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സനൽ മഞ്ഞളി അധ്യക്ഷത വഹിച്ചു. PTIയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി പ്ലാനറ്റോറിയം ഷോയും സംഘടിപ്പിച്ചിരുന്നു. സൗരയൂഥം, ഗ്രഹങ്ങൾ, അന്യം നിന്ന് പോയ ജീവികൾ, പ്രകൃതിയിലെ വിസ്മയ കാഴ്ചകൾ എന്നിവ കാണാനും മനസ്സിലാക്കുവാനും കുട്ടികൾക്ക് സാധിച്ചു. 3D ഇഫക്റ്റിലുള്ള ഈ ഷോ കുട്ടികൾക്ക് കൗതുകമുണർത്തുന്നതായിരുന്നു. പ്രധാനാധ്യാപിക സ്മിത സെബാസ്റ്റ്യൻ, ഫിനി ഫ്രാൻസിസ്, സ്കൂൾ ലീഡർ സന സംഗീത് എന്നിവർ സംസാരിച്ചു. കല്ലൂർ VLP സ്കൂളിൽ ശിശുദിനം ആഘോഷിച്ചു. യോഗത്തിൽ PTA പ്രസിഡന്റ് K വിവേക് അധ്യക്ഷത വഹിച്ചു. ആഘോഷത്തോടനുബന്ധിച്ച് പ്ലാസ്റ്റിക് പുനരുപയോഗം കുട്ടികളിലെത്തിക്കാൻ വൈവിധ്യ 2024 എന്ന പേരിൽ ഒരുക്കിയ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് നിർവഹിച്ചു. കൂടാതെ
കായികമേളയിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് സാഫ് ക്യാപിറ്റ് ഫെഡറേഷൻ സ്പോൺസർ ചെയ്യുന്ന ജേഴ്സിയുടെ വിതരണം സാഫ് ഹോൾ ടൈം ഡയറക്ടർമാരായ TS സാന്ദ്ര, മെൽവിൻ ചിറമ്മൽ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. പ്രധാനാധ്യാപിക ഷാൻഡി സെബാസ്റ്റ്യൻ, സാഫ് റീജിയണൽ മാനേജർ പ്രശാന്ത്, ഏരിയ മാനേജർ രാകേഷ്, ടീം ലീഡർ ഹിമ, രേഷ്മ, പഞ്ചായത്ത് അംഗം അനു പനങ്കൂടൻ, സ്റ്റാഫ് പ്രതിനിധി കവിത ചന്ദ്രൻ എന്നിവർ സന്നിഹിതരായി. ആലങ്ങാട് ശങ്കര UP സ്കൂളിൽ ശിശുദിനാഘോഷവും KG ഫെസ്റ്റും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം ലിൻഡോ തോമസ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റാഫ് പ്രതിനിധി സത്യൻ, PTA പ്രസിഡന്റ് സന്തോഷ് കുമാർ, KG സ്റ്റാഫ് പ്രതിനിധി VJ ജനീഷ എന്നിവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. രണ്ടാംകല്ല് LP സ്കൂളിൽ ശിശുദിനവും റാലിയും സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് തോബി തോട്ടിയാൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപകൻ നിക്സൺ പോൾ, MPTA പ്രസിഡന്റ് ശ്രുതി നിഖിൽ, PTA വൈസ് പ്രസിഡന്റ് അനൂപ് ചന്ദ്രൻ, നിബിത ജോൺ എന്നിവർ സംസാരിച്ചു. റാലിക്ക് ശേഷം മധുരപലഹാര വിതരണവും ഉണ്ടായിരുന്നു. വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ ശിശുദിനം ആഘോഷിച്ചു. KG ക്ലാസ്സുകളിലെ മുഴുവൻ കുട്ടികളും തൂവെള്ള വസ്ത്രവും തൊപ്പിയും ചുവന്ന റോസാപ്പൂവും ധരിച്ച് ചാച്ചാജിമാരായി വേഷമിട്ടു. മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് വിദ്യാർത്ഥികൾ നിർമ്മിച്ച സ്പെഷ്യൽ തൊപ്പികളും കാർഡുകളും ധരിച്ച് സ്കൂൾ അങ്കണത്തിൽ റാലി സംഘടിപ്പിച്ചു. ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ K രമാദേവി അധ്യക്ഷയായിരുന്നു. അധ്യാപികമാരായ AS രമ്യ, AR ഋഷ, CV സുലോചന എന്നിവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഇഞ്ചക്കുണ്ട് ലൂർദ് മാത ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ശിശുദിനാഘോഷം നടത്തി. സ്കൂൾ മാനേജർ ഫാദർ സെബിൻ എടാട്ടുകാരൻ ശിശുദിന റാലി ഉദ്ഘാടനം ചെയ്തു. ആഘോഷ പരിപാടികൾക്ക് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ അഞ്ജലി നേതൃത്വം നൽകി. PTA പ്രസിഡന്റ് ലിൻഡോ പള്ളിപ്പാടൻ, സ്കൂൾ മാനേജ്മെന്റ് ട്രസ്റ്റി മെമ്പർ തോമസ് കളമ്പിനാംതടത്തിൽ, അധ്യാപിക വിൻസി ബൈജു, MPTA പ്രസിഡന്റ് ആര്യ അനീഷ് എന്നിവർ സംസാരിച്ചു. ശിശുദിനാഘോഷത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനത്തിൽ ചാക്കോച്ചിറ ചിത്തിര അങ്കണവാടിയിൽ റാലിയും അനുസ്മരണവും നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി സുധീർ അധ്യക്ഷയായിരുന്നു. അങ്കണവാടി വർക്കർ KK അംബിക, ഹെൽപ്പർ UA ഷൈനി എന്നിവർ നേതൃത്വം നൽകി. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ 110 നമ്പർ അംഗൻവാടി ശിശുദിനം ആഘോഷിച്ചു. പഞ്ചായത്ത് അംഗം രാധിക സുരേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അംഗൻവാടി വർക്കർ കല്യാണിക്കുട്ടി, ALM-SC അംഗങ്ങൾ, രക്ഷിതാക്കൾ എന്നിവർ സന്നിഹിതരായി. ശിശുദിനത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും ഒരുക്കിയിരുന്നു. ശിശുദിനത്തിൽ പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ 7 അംഗൻവാടികളിൽ വൈസ്മെൻ ക്ലബ്ബ് ഓഫ് പുതുക്കാട് ടൗണിന്റെ നേതൃത്വത്തിൽ ചിത്രരചന നടത്തി. തെക്കേത്തുറവിലെ ഓണലൂർ അംഗൻവാടിയിൽ നടന്ന പരിപാടി പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു ഉദ്ഘാടനം ചെയ്തു. ICDS സൂപ്പർവൈസർ വിനോദിനി അധ്യക്ഷയായിരുന്നു. വൈസ്മെൻ ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ കുരുന്ന് പ്രതിഭകൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ക്ലബ്ബ് സെക്രട്ടറി വർഗീസ് കോക്കാടൻ, ട്രഷറർ TR ലോറൻസ്, അംഗൻവാടി വർക്കർ ദീപ, അംഗൻവാടി ഹെൽപ്പർ എന്നിവർ സന്നിഹിതരായി. പുതുക്കാട് പഞ്ചായത്ത് 15-ാം വാർഡിലെ സ്വാതി അംഗൻവാടിയിൽ ശിശുദിനാഘോഷം നടത്തി. പഞ്ചായത്ത് അംഗം CP സജീവൻ, വൈസ്മെൻ ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ വിജയ് കുമാർ, ആശാ വർക്കർ AK സുജാത, തണൽ സെക്രട്ടറി വിജയ ചന്ദ്രശേഖരൻ, PM ചന്ദ്രൻ, അംഗൻവാടി വർക്കർ സന്ധ്യ എന്നിവർ സന്നിഹിതരായി. പുതുക്കാട് പഞ്ചായത്തിലെ ഐശ്വര്യ അംഗൻവാടിയിൽ ശിശുദിനം ആഘോഷിച്ചു. പഞ്ചായത്ത് അംഗം ഫിലോമിന ഫ്രാൻസിസ്, ICDS സൂപ്പർവൈസർ വിനോദിനി, വൈസ്മെൻ ഡിസ്ട്രിക്ട് ഗവർണർ വിജയകുമാർ, ക്ലബ്ബ് സെക്രട്ടറി വർഗീസ് കോക്കാടൻ, ക്ലബ്ബ് ട്രഷറർ TR ലോറൻസ്, അംഗൻവാടി വർക്കർ വസന്ത എന്നിവർ സന്നിഹിതരായി. പുതുക്കാട് ഗീതാഞ്ജലി അംഗൻവാടിയിൽ ശിശുദിനാഘോഷം നടത്തി. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ഫിലോമിന ഫ്രാൻസിസ് അധ്യക്ഷയായിരുന്നു. ICDS സൂപ്പർവൈസർ വിനോദിനി, ക്ലബ്ബ് സെക്രട്ടറി വർഗീസ് കൊക്കാടൻ, ട്രഷറർ ലോറൻസ് എന്നിവർ ശിശുദിനാശംസകൾ നൽകി. വൈസ്മെൻ ഡിസ്ട്രിക്ട് ഗവർണർ PR വിജയകുമാർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. അംഗൻവാടി അധ്യാപിക സുബിത, ഹെൽപ്പർ മഞ്ജു എന്നിവർ നേതൃത്വം നൽകി. ശിശുദിന സമ്മാനമായി കൊടുങ്ങ സൈറിൻ സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബസ് കൈമാറി. ഇരിങ്ങാലക്കുട സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഏകദേശം 20 ലക്ഷം രൂപ വരുന്ന ബസ്സാണ് വിദ്യാർത്ഥികൾക്കായി നൽകിയത്. ഹോളി ഫാമിലി പാവനാത്മ പ്രൊവിൻഷ്യൽ സിസ്റ്റർ ട്രീസ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സൗത്ത് ഇന്ത്യൻ ബാങ്ക് റീജിയണൽ ഹെഡ് റാണി സക്കറിയ, ക്ലസ്റ്റർ ഹെഡ് പിയൂസ് ഇഗ്നീഷ്യസ്, ബ്രാഞ്ച് ഹെഡ് എബ്സൺ തോമസ്, സൈറിൻ
സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ നവ്യ തെരേസ, സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ നിഖില, വൊക്കേഷണൽ ഇൻസ്ട്രക്ടർ സിസ്റ്റർ ബെൻസി, ഹോളി ഫാമിലി കോൺവെന്റ് സുപ്പീരിയർ സിസ്റ്റർ ലീമ ടോം, PTA കമ്മിറ്റി ഭാരവാഹികൾ, രക്ഷാകർത്താക്കൾ, വിദ്യാർത്ഥികൾ എന്നിവർ സന്നിഹിതരായിരുന്നു. നവഭാരത് അംഗൻവാടിയിൽ ശിശുദിനാഘോഷം നടത്തി. പഞ്ചായത്ത് അംഗം CP സജീവൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ഫിലോമിന ഫ്രാൻസിസ്, ICDS സൂപ്പർവൈസർ വിനോദിനി, ക്ലബ് സെക്രട്ടറി വർഗീസ് കൊക്കാടൻ, ട്രഷറർ TR ലോറൻസ്, അംഗൻവാടി പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. വൈസ്മൻ ഇന്റർനാഷണൽ തൃശൂർ ഡിസ്ട്രിക്ട് ഗവർണർ PR വിജയകുമാർ സമ്മാന വിതരണം നടത്തി. തൃക്കൂർ പഞ്ചായത്തിലെ ഭാവന അംഗൻവാടിയിൽ ശിശുദിനാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം ലിൻഡോ തോമസ് ഉദ്ഘാടനം ചെയ്തു. അധ്യാപിക ലില്ലി അധ്യക്ഷത വഹിച്ചു. നെല്ലായി പറപ്പൂക്കര സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ശിശുദിനത്തിന്റെയും സഹകരണ വാരാഘോഷത്തിന്റെയും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് S ഹരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് മുൻ സെക്രട്ടറി KK ജയലക്ഷ്മി സമ്മാന വിതരണം നിർവഹിച്ചു. ഭരണസമിതി അംഗങ്ങളായ KK സുരേന്ദ്രൻ, PP ഡേവിസ്, PR പ്രശാന്ത്, PV ബിജു, KS രഘു, നിഷി ശശിധരൻ, റിൻഷിത ഷിഫാജ്, സെക്രട്ടറി ബ്രിസി ജോൺ എന്നിവർ സംസാരിച്ചു. ബാങ്ക് പരിധിയിലെ 7 വിദ്യാലയങ്ങളിൽ നിന്നുള്ള LP വിഭാഗം വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡിലെ വരാക്കര അംഗൻവാടി 23-24 നമ്പർ സെന്ററുകളിലെ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും വർക്കർമാരുടെയും ആഭിമുഖ്യത്തിൽ ശിശുദിനാഘോഷവും ശിശുദിന റാലിയും സംഘടിപ്പിച്ചു. വരാക്കര MLA നഗറിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിൻസ് ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. വർക്കർമാരായ വിനീത വസന്തൻ, ശ്രീരേഖ, അനിത, ഉഷ, വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളായ അംബിക ചന്ദ്രൻ, ശശി ലാങ്ങാടൻ, ജോൺസൺ മാപ്രാണത്തുകാരൻ എന്നിവർ നേതൃത്വം നൽകി. ശിശുദിനത്തോടനുബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെങ്ങാലൂർ ഗവൺമെന്റ് സ്കൂളിലെ LKG UKG വിദ്യാർത്ഥികൾക്ക് ഡ്രോയിംഗ് കിറ്റുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജസ്റ്റിൻ ആറ്റുപുറം അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി റനീഷ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജെറോം ജോൺ, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ആൻസി ജോബി, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ, നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രിൻസ് ഫ്രാൻസിസ്, കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷാജു കാളിയങ്കര, പഞ്ചായത്ത് അംഗം പ്രീതി ബാലകൃഷ്ണൻ, കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ജെയിംസ് പാറപ്പുള്ളി, പ്രധാനാധ്യാപിക തോമസ് എന്നിവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ റിൻഡോ ജോൺസൺ, അഖിൽ S മേനോൻ, വിനോദ് ഞാറ്റൂർ, അബു, അർജുൻ സുരേഷ്, ഷെൽബിൻ വടക്കൻ എന്നിവർ സന്നിഹിതരായിരുന്നു. പുതുക്കാട് SN ഇംഗ്ലീഷ് മീഡിയം പ്രീ സ്കൂളിൽ ശിശുദിനാഘോഷം നടത്തി. പഞ്ചായത്ത് അംഗം ഫിലോമിന ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. യോഗം ICDS സൂപ്പർവൈസർ വിനോദിനി ഉദ്ഘാടനം ചെയ്തു. വൈസ്മൻ ഇന്റർനാഷണൽ തൃശൂർ ഡിസ്ട്രിക്ട് ഗവർണർ വിജയകുമാർ സമ്മാനദാനം നിർവഹിച്ചു. വരന്തരപ്പള്ളി CJMA സ്കൂളിൽ ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PC ജോസ് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപകൻ ജോവൽ V ജോസഫ്, MPTA അംഗം രമ്യ, അധ്യാപകരായ ജൽമ K കിഴക്കൂടൻ, ജെലിപ്സ് പോൾ, ജമ്മ വർഗീസ് എന്നിവർ സന്നിഹിതരായി. വരന്തരപ്പള്ളി അസംഷൻ പ്രീ പ്രൈമറി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു. CJMA HSS പ്രധാനാധ്യാപകൻ ജോവൽ V ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ സിസ്റ്റർ ജസ്മിൻ കുര്യൻ, ഫാദർ ഫ്രാൻസിസ് പൂവത്തൂക്കാരൻ, വരന്തരപ്പള്ളി SI V അശോക് കുമാർ, രജനി ഷിനോയ്, PTA പ്രസിഡന്റ് ജസ്റ്റിൻ എന്നിവർ സംസാരിച്ചു. സജി നന്ദിപുലം പപ്പറ്റ് ഷോ അവതരിപ്പിച്ചു. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിലെ 3, 4, 5, 6, 8 അംഗൻവാടികൾ ചേർന്ന് ശിശുദിനാഘോഷ റാലി സംഘടിപ്പിച്ചു. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം സനൽ മഞ്ഞളി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ദിനിൽ പാലപ്പറമ്പിൽ, പ്രിൻസൺ തയ്യാലക്കൽ, ICDS സൂപ്പർവൈസർ സുധാകുമാരി, ജോഷി, അംഗൻവാടി പ്രവർത്തകരായ VB ബിന്ദു, VB രമണി, KJ ലിനി, K ജയ, KK സരിത, TD സിജി, MR സുനന്ദ, നിഷ തോമസ്, ഇന്ദിരാമോഹൻ, TB ത്രേസ്യ എന്നിവർ സന്നിഹിതരായി. വരന്തരപ്പള്ളി പഞ്ചായത്ത് സൗഹൃദ അംഗൻവാടിയിൽ ശിശുദിന റാലി സംഘടിപ്പിച്ചു.
പഞ്ചായത്ത് അംഗം വിജിത ശിവദാസ് അധ്യക്ഷയായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. അധ്യാപിക വി വനജ, സിനിമാ സീരിയൽ താരം അരങ്ങത്ത് രാമൻകുട്ടി, അംഗൻവാടി സൂപ്പർവൈസർ ചിത്ര, റസിയ, സാഹിത്യകാരൻ വർഗീസ് ആന്റണി, ഡേവിസ് നടുവിൽ പീടിക, റീന റക്സിൻ, ജോബി പൊതപ്പറമ്പിൽ, അമ്മമാരുടെ പ്രതിനിധി രമ്യ, അംഗൻവാടി ഹെൽപ്പർ വിജയ എന്നിവർ സന്നിഹിതരായിരുന്നു. പുതുക്കാട് ദൃശ്യ അംഗൻവാടിയിൽ ശിശുദിനാഘോഷം നടത്തി. പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CC സോമസുന്ദരൻ അധ്യക്ഷത വഹിച്ചു. വൈസ്മെൻ പുതുക്കാട് ക്ലബ്ബ് ഭാരവാഹികളായ PR വിജയകുമാർ, ഈനാശു, അംഗൻവാടി വർക്കർ ആലിസ് എന്നിവർ സന്നിഹിതരായി. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 5 ലക്ഷം രൂപ ചെലവിൽ എച്ചിപ്പാറ ട്രൈബൽ സ്കൂളിൽ സജ്ജീകരിച്ച ആധുനിക രീതിയിലുള്ള കമ്പ്യൂട്ടർ ലാബ് തുറന്നു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് TG അശോകൻ അധ്യക്ഷനായി. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ അഷ്റഫ് ചാലിയത്തോടി, വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷ ബിന്ദു ബഷീർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷ റോസലി തോമസ്, പഞ്ചായത്ത് അംഗം MB ജലാൽ, നന്ദിപുലം GUP സ്കൂൾ പ്രധാനാധ്യാപിക VA ശ്രീജയ, PTA പ്രസിഡന്റ് EM ഷാഹിർ, ഇച്ചിപ്പാറ GTS പ്രധാനാധ്യാപിക TA വാസന്തി എന്നിവർ സംസാരിച്ചു. സാമൂഹിക ഐക്യദാർഢ്യ പക്ഷാചരണത്തോടനുബന്ധിച്ച് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സംസ്ഥാന ആയുഷ് വകുപ്പിന്റെയും പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വികസന വകുപ്പുകളുടെയും സഹകരണത്തോടെയാണ് ആയുഷ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം അഷ്റഫ് ചാലിയത്തോടി അധ്യക്ഷത വഹിച്ചു. ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് പ്രമേഹ നിർണയ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ആളൂർ കുടുംബാരോഗ്യ കേന്ദ്രം, ആളൂർ പോലീസ് സ്റ്റേഷനുമായി സഹകരിച്ചാണ് കല്ലേറ്റുംകര പോളിടെക്നിക് കോളേജിൽ പ്രമേഹ നിർണയ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് അംഗം മിനി സുധീഷ് ഉദ്ഘാടനം ചെയ്തു. പ്രമേഹ രോഗത്തിന്റെ ഈ വർഷത്തെ പ്രമേയമായ പ്രതിബന്ധങ്ങളെ തകർക്കൂ എന്ന മുദ്രാവാക്യത്തെ സംബന്ധിച്ച് ആളൂർ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അല്ലി പ്ലാക്കൽ വിശദീകരിച്ചു. 50ഓളം പേർക്ക് ജീവിതശൈലി രോഗനിർണയം നടത്തി. ആളൂർ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ റോയ് വിൽഫ്രഡ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ PR ജിനേഷ് എന്നിവർ സംസാരിച്ചു. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് സമീപം ദേശീയപാതയിലെ കുഴിയിൽ വീണ ബൈക്ക് യാത്രികന് പരിക്കേറ്റു. പാലക്കാട് സ്വദേശി 36 വയസ്സുള്ള ഗിരീഷാണ് അപകടത്തിൽപ്പെട്ടത്. വ്യാഴാഴ്ച രാവിലെ 8:30 അപകടം. കുഴിയിൽ വീണ് നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞാണ് ഗിരീഷിന് പരിക്കേറ്റത്. കൈക്കും കാലിനും തലയ്ക്കും ഗുരുതര പരിക്കേറ്റിരുന്നു. ഗിരീഷിനെ സ്റ്റാൻഡിന് മുന്നിലെ തന്നെ എലൈറ്റ് മെഡിക്കൽ സെന്ററിൽ ചികിത്സ നൽകി. അപകട സമയത്ത് മറ്റു വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ വലിയ ദുരന്തത്തിൽ നിന്നും ഒഴിവായി. പൊതുവെ ബ്ലാക്ക് സ്പോട്ടായ KSRTC സ്റ്റാൻഡ് പരിസരത്ത് കുഴിയിൽ വാഹനങ്ങൾ വീഴുന്നതും ഇപ്പോൾ പുതിയ പ്രശ്നമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നിയന്ത്രണം വിട്ട് മറിഞ്ഞ ബൈക്ക് യാത്രികന്റെ ദേഹത്തുകൂടി കാർ കയറിയ സംഭവം ഉണ്ടായിരുന്നു. ടാറിംഗ് ചൂടായി വശങ്ങളിലേക്ക് മാറിയാണ് ഇവിടെ കുഴിയുണ്ടായത്. അപകടാവസ്ഥ അടിയന്തരമായി പരിഹരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പാടശേഖരങ്ങളിൽ മദ്യക്കുപ്പികൾ വലിച്ചെറിഞ്ഞ് മദ്യസംഘങ്ങൾ. കുപ്പിച്ചില്ല് തറച്ച് കാലും കയ്യും മുറിഞ്ഞ് കർഷകരും കർഷക തൊഴിലാളികളും. വെസ്റ്റ് ധനുകുളം, കുന്തിപ്പുലം പാടശേഖര സമിതികളാണ് മദ്യപാനികളുടെ ക്രൂര വിനോദത്തിന്റെ ഇരകൾ. പാടശേഖരങ്ങളിൽ ചില്ല് വിതയ്ക്കുന്ന മദ്യപ സംഘങ്ങളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് കർഷകർ. നന്ദിക്കര മാപ്രാണം റോഡിന്റെ ഇരുവശങ്ങളിലുമായി പരന്നുകിടക്കുന്ന വെസ്റ്റ് ധനുകുളം, കോന്തിപുലം പാടശേഖരങ്ങളിലാണ് മദ്യപ സംഘങ്ങൾ വലിച്ചെറിഞ്ഞ ചില്ലുകുപ്പികൾ മൂലം പാടത്തിറങ്ങി പണിയെടുക്കുന്ന കർഷകർക്ക് മുറിവേൽക്കുന്നത്. അത് നമ്മളൊരു സെപ്റ്റംബർ മാസം തൊട്ട് കൃഷി ചെയ്യും. സെപ്റ്റംബർ തൊട്ട് തുടങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങി കഴിഞ്ഞാൽ മാർച്ച് വരെ ഞങ്ങൾ പണിയെടുത്താലും എന്തെങ്കിലും കിട്ടുള്ളൂ. അന്ന് തന്നെ കർഷകന് ഇപ്പോഴും കണ്ണീരും കൈയാണ്. എൻ്റെ കൈ ഇതിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾ പണിയെടുത്ത് ചണ്ടി വാരിക്കൊണ്ടിരിക്കുമ്പോൾ കൈ മുറിഞ്ഞ് പൊളിഞ്ഞ് തുന്നലിട്ടിരിക്കുക. ഞാൻ കൈയില്ലാണ്ട് ഞാൻ അങ്ങനെ പണിയെടുക്കും. അപ്പോൾ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവണം. കുപ്പിക്ക് പൈസ ഈടാക്കുക, അത് നല്ലൊരു വശമാണ്. അപ്പോൾ അവർ ഉടക്കില്ല, ചിലപ്പോൾ ഇത് പറക്കി ചിലപ്പോൾ കുടിക്കാൻ നടക്കും, അങ്ങനെ ഗുണമുണ്ട്. അപ്പോൾ അങ്ങനെ വേറെ എന്തെങ്കിലും ഗവൺമെൻറ് ഇടപെട്ട് എന്തെങ്കിലും ചെയ്താൽ കർഷകർക്ക് വളരെ ഉപകാരമാണ്. കാരണം കൃഷി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണ്ടേ. സമീപത്തുള്ള ബിവറേജ് ഔട്ട്ലെറ്റിൽ നിന്നും മദ്യം വാങ്ങി പാടശേഖരങ്ങളുടെ പലയിടങ്ങളിലും വന്നിരുന്ന മദ്യപിക്കുന്ന സംഘങ്ങൾ ഇവിടെ പതിവാണെന്ന് കർഷകർ പറയുന്നു. ആളൊഴിഞ്ഞ പാടശേഖരങ്ങളിൽ വന്ന് മദ്യപിക്കുന്നവരോട് അരുതെന്ന് പറയാൻ പോലും കർഷകർക്ക് ഭയമാണ്. ഇവിടെ മദ്യം കൊടുക്കുന്നതിനോ ആൾക്കാർ കുടിക്കുന്നതിനോ നമുക്ക് എതിരില്ല. പക്ഷേ ഇവിടെ കുടി കഴിഞ്ഞ ബോട്ടിൽ കൂടുതൽ ബീർ ബോട്ടിലാണ് പൊട്ടിച്ച് കളയുന്നത്. അപ്പോൾ അതിന് ശാശ്വത പരിഹാരം ഞങ്ങൾ പറയാനുള്ളത്, ഒന്നിന് ടിന്ന് ബീർ കൊടുക്കുക. ഞങ്ങൾ ഇതിന് മുമ്പ് 2-3 വർഷം മുമ്പൊക്കെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻറ്റ് ചെയ്തു.
2 ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്, ഇവിടെ വലിച്ചെറിയെന്ന് പറഞ്ഞിട്ട്. പക്ഷെ കാര്യമൊന്നുമില്ല, അതൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. പാടത്ത് മേയാൻ വിടുന്ന കന്നുകാലികൾക്കും കാലിൽ കുപ്പിച്ചില്ല് തറച്ച് പരിക്ക് പറ്റുന്നത് വർദ്ധിച്ചിരിക്കുകയാണ്. ഇതുമൂലം കന്നുകാലികളെ പാടത്തേക്ക് മേയാൻ വിടുന്നത് വലിയ ആശങ്കയോടെയാണെന്ന് ക്ഷീരകർഷകൻ പറയുന്നു. ഞാൻ ഡെയിലി ഇവിടെ ഈ പാടത്തുകൂടെ എരുമകളെ തീറ്റാൻ കാലങ്ങളായിട്ട് കൊണ്ടുവന്നത്. മാസത്തിൽ 1 പ്രാവശ്യമെങ്കിലും ഒരു മാടിനെങ്കിലും കാല് പൊളിയാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇതേമാതിരി ഇത് ന്യൂസിൽ ഞങ്ങൾ കൊടുത്തതാണ്. എന്നിട്ടും ഒരു പരിഹാരമില്ല. വേനൽക്കാലം വരുമ്പോൾ തീ ഇട്ടുമ്പോഴാണ് കുപ്പിര മൂടി കാണുള്ളൂ. അത് അതിഗംഭീര പ്രശ്നത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ശാശ്വത പരിഹാരം വേണം. മദ്യപ സംഘങ്ങൾ ചില്ലുകുപ്പികൾ പാടത്തെറിയുന്നത് ഒഴിവാക്കാൻ നടപടിയെടുക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. പാടശേഖരങ്ങളിൽ പാഴ്വസ്തുക്കളും മാലിന്യങ്ങളും വലിച്ചെറിയുന്നതിന് പുറമെയാണ് ചില്ലുകുപ്പികൾ കൊണ്ടുള്ള ക്രൂരവിനോദം നടക്കുന്നത്. ഇതിന് പരിഹാരമുണ്ടാകണമെന്ന് കേരള കർഷക സംഘം പറപ്പൂക്കര മേഖലാ സെക്രട്ടറി ഷാജു കോമ്പാറക്കാരൻ ആവശ്യപ്പെട്ടു. ഇവിടെ സങ്കടകരമായ ചില കാഴ്ചകളാണ് കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. മുന്നും ഇത് റിപ്പോർട്ട് ചെയ്ത് പോയിട്ടുള്ളതാണ്. ആ സമയത്തൊക്കെ ചെറിയ പരിഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ 2-3 ദിവസങ്ങളിൽ മാരകമായ ചില കർഷകർക്ക് ചില പരിക്കുകളേറ്റ് കഴിഞ്ഞിട്ടുണ്ട്. സന്ധ്യ വൈകുന്ന സമയങ്ങളിൽ ആളുകൾ കൂട്ടമായി വന്ന് ഔട്ട്ലെറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി കഴിഞ്ഞിട്ട് ബോട്ടിൽ കൊണ്ടുവന്ന് പ്രാന്തപ്രദേശങ്ങളിൽ ഇതിൻ്റെ അരികിലിരുന്ന് മദ്യപിച്ച് ആ കുപ്പികൾ അങ്ങനെ കണ്ടത്തിലേക്ക് വലിച്ചെറിയാണ്. ടില്ലറുകാരന് പരിക്കേൽക്കും, ശേഷം വരുന്ന പുല്ല് വാരാൻ വരുന്ന സ്ത്രീകൾക്ക് പരിക്കേൽക്കും, നടാൻ വരുന്ന ബംഗാളികൾ അല്ലെങ്കിൽ കൃഷിക്കാർക്ക് അവർക്ക് പരിക്കേൽക്കും. സങ്കടകരമായ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിഷയം ചൂണ്ടിക്കാട്ടി പുതുക്കാട് പോലീസിൽ 2 വർഷം മുൻപ് പരാതി നൽകുകയും റോഡരികിൽ ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. എങ്കിലും പാടത്ത് ചില്ലുവിതയ്ക്കുന്ന മദ്യപ സംഘങ്ങളുടെ മനസ്സാക്ഷിയില്ലാത്ത ക്രൂരതയ്ക്ക് തടയിടാൻ ഇനിയും സാധിച്ചിട്ടില്ല. ദയവ് ചെയ്ത് മദ്യം പ്ലാസ്റ്റിക് കുപ്പികളിൽ വിതരണം ചെയ്യുക. കുറഞ്ഞപക്ഷം ബിയറെങ്കിലും ടിൻ കണ്ടെയ്നറുകളിൽ വിതരണം ചെയ്യുക. ചില്ലുകുപ്പി ദയവ് ചെയ്ത് ഉപേക്ഷിക്കണം എന്നാണ് കർഷകർക്ക് സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത്. കാരണം മറ്റൊന്നുമല്ല, മാപ്രാണം നന്ദിക്കര റോഡിന്റെ ഇരുഭാഗങ്ങളിലുമായിട്ടുള്ള വെസ്റ്റ് ധനുകുളം കർഷക സമിതിയും കോന്തുകുലം കർഷക സമിതിയും നേരിടുന്ന വലിയ പ്രതിസന്ധിയാണ് പാടശേഖരങ്ങളിൽ പൂഴ്ന്നു കിടക്കുന്ന ഇതുപോലുള്ള പൊട്ടിയ ചില്ലുകുപ്പികൾ. ഇത് കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും കൈകളിലും കാലുകളിലും ഉണ്ടാക്കുന്ന വലിയ മുറിവുകൾ ആഴ്ചകളെടുത്താണ് പലപ്പോഴും ഉണങ്ങുന്നത്. ഇനി ഷുഗർ ഉള്ളവരാണെങ്കിൽ അത് മാസങ്ങളെടുത്താണ് ഉണങ്ങുന്നത്. ഇത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഇവിടെ വന്നിരുന്ന് മദ്യപിച്ചു പോകുന്ന കുടിയന്മാർ ചെയ്യുന്ന വലിയ ഉപകാരം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കുപ്പികൾ പാടത്തേക്ക് വലിച്ചെറിഞ്ഞ് ട്രാക്ടർ പോകുമ്പോൾ അത് പൊട്ടി കർഷകരുടെ കാലുകളിലും കൈകളിലും വലിയ മുറിവാണ് ഉണ്ടാക്കുന്നത്. ഒന്നോർക്കണം, ഈ ചേറിൽ നിന്നാണ് നമുക്കൊക്കെ ചോറുണ്ടാകുന്നത്. ഇവിടെ ചോറൊരുക്കുന്ന കർഷകന്റെ കാലുകളിൽ ചോര പുരളാതിരിക്കാൻ അപേക്ഷിക്കുകയാണ് അധികാരികൾക്ക് മുന്നിൽ. ക്യാമറമാൻ നന്ദുവിനൊപ്പം ബൈജു ദേവസി, NCTV ന്യൂസ്. ആലങ്ങാട് പീച്ചാംപിള്ളി റോഡിൽ തോടിന് സമീപത്തു നിന്നും കഞ്ചാവ് ചെടി കണ്ടെത്തി. 2.5 അടി നീളമുള്ള 2 മാസം പ്രായമുള്ള കഞ്ചാവ് ചെടിയാണ് കണ്ടെത്തിയത്. ആളൊഴിഞ്ഞ സ്ഥലമായതിനാൽ സാമൂഹ്യ വിരുദ്ധർ സ്ഥിരമായി ഇവിടെ എത്താറുണ്ടെന്ന് പരിസരവാസികൾ പറയുന്നു. നാട്ടുകാർ പറഞ്ഞ വിവരമനുസരിച്ചാണ് സ്ഥലത്ത് പരിശോധന നടത്തി കഞ്ചാവ് ചെടി കണ്ടെത്തിയതെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ N സുദർശനകുമാർ അറിയിച്ചു. ഈ കഞ്ചാവ് ഇവിടെ ആരെങ്കിലും വന്നിരുന്ന് വലിച്ചതിന് ശേഷം ഇട്ട തരികൾ വീണ് പൊടിച്ചായിരിക്കാനാണ് സാധ്യത. കാരണം ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ഈ പരിസരവാസികൾ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്ന് നോക്കിയിരുന്നത് കഞ്ചാവാണെന്ന് സ്ഥിരപ്പെടുത്തിയതിന് ശേഷം ഇത് എടുക്കുന്നത്. ഇത് കഞ്ചാവിൻ്റെ ചെടി നട്ടു വളർത്തുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഇത് ശ്രദ്ധയിൽപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എക്സൈസിൻ്റെ നമ്പറുണ്ട്, അതിൽ സ്പെഷ്യൽ സ്ക്വാഡിനെയോ എക്സൈസ് ഡിവിഷൻ ഓഫീസിൽ വിളിച്ചറിയിച്ചു കഴിഞ്ഞാൽ ഞങ്ങളതൊന്ന് ലീഗലായിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കുന്നതാണ്. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ചെടികൾ വളർത്താനോ അത് ഉപയോഗിക്കാനോ പാടില്ല. സമീപത്തെ പറമ്പുകളിലും എക്സൈസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ സോണി കെ ദേവസി, KK വത്സൻ, സിവിൽ എക്സൈസ് ഓഫീസർ KM കണ്ണൻ, സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ ES സംഗീത് എന്നിവർ അടങ്ങിയ സംഘമാണ് മേഖലയിൽ പരിശോധന നടത്തിയത്. ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ല കേരള സ്കൂൾ കലോത്സവം ഈ മാസം 18 മുതൽ 21 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചൊവ്വാഴ്ച രാവിലെ 9-ന് കൊടകര GLP സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ ബെന്നി ബെഹനാൻ MP കലോത്സവം ഉദ്ഘാടനം ചെയ്യും. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിക്കും. സിനി ആർട്ടിസ്റ്റ് ശ്രീഷ്മ ചന്ദ്രൻ മുഖ്യ അതിഥിയാകും. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, ചാലക്കുടി AEO PB നിഷ എന്നിവർ പങ്കെടുക്കും.
കൊടകര GHS സ്കൂൾ, GNBH സ്കൂൾ, GLP സ്കൂൾ, സെന്റ് ഡോൺ ബോസ്കോ സ്കൂൾ, GGH സ്കൂൾ എന്നിവിടങ്ങളിലായാണ് കലോത്സവം നടത്തുന്നത്. നവംബർ 21 വൈകിട്ട് 5-ന് കൊടകര GLP സ്കൂളിൽ നടക്കുന്ന സമാപന സമ്മേളനം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിക്കും. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ സമ്മാനദാനം നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ ചാലക്കുടി AEO PB നിഷ, കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, കൊടകര GHS സ്കൂൾ പ്രിൻസിപ്പൽ സുധീർ, പഞ്ചായത്ത് അംഗം TK പത്മനാഭൻ, പബ്ലിസിറ്റി കൺവീനർ VS ബിന്ദു, പ്രോഗ്രാം കമ്മിറ്റി ജോയിന്റ് കൺവീനർ രാകേഷ് എന്നിവർ പങ്കെടുത്തു. പഞ്ചായത്തിൽ വെച്ചാണ് കേരള സ്കൂൾ കലോത്സവം നടക്കാൻ പോകുന്നത്. ഈ വരുന്ന 15-ാം തീയതി മുതൽ 21-ാം തീയതി വരെയാണ് കലോത്സവം നടക്കുന്നത്. ഇതിൻ്റെ പത്രസമ്മേളനത്തിൽ ജനറൽ കൺവീനർ പ്രിൻസിപ്പൽ, നമ്മുടെ AEO പ്രിയപ്പെട്ട നിഷ മാഡം, അതുപോലെ രാകേഷ് മാഷ്, ബിന്ദു ടീച്ചർ, നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ മെമ്പർ, കുട്ടിൻ്റെ ചാർജുള്ള മെമ്പർ TK പത്മനാഭൻ എന്നിവയിൽ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. കലോത്സവമാണ് നവംബർ 18, 19, 20, 21 തീയതികളിലായി നടക്കുന്നത്. അതിൽ 18-ാം തീയതി ഓഫ് സ്റ്റേജ് ഇനങ്ങളും 19 മുതൽ സ്റ്റേജ് ഇനങ്ങളുമാണ് 8 വേദികളിലായിട്ട് അരങ്ങേറുന്നത്. ഓഫ് സ്റ്റേജ് എന്ന് പറഞ്ഞ ദിവസം ഉണ്ടെങ്കിൽ അതുപോലെ നമുക്കറിയാം പുതിയ ഐറ്റംസ് വന്നിട്ടുണ്ട്, പുതിയ ഇവൻറ്റ് വന്നിട്ടുണ്ട്. കുട്ടികളുടെ എണ്ണവും കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓഫ് സ്റ്റേജ് നമുക്ക് ദിവസം നടത്താൻ സാധിക്കാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 18-ാം തീയതി നമ്മൾ 8 വേദികളിൽ മത്സരമുണ്ട്. സിംഗിൾ ഐറ്റംസ് നമ്മൾ 8 വേദികൾ നടത്തുന്നുണ്ട്. ഈ കലോത്സവത്തിൻ്റെ വിളംബര ജാഥ നാളെ കൃത്യം 3 മണിക്ക് കൊടകര ടൗണിനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് കുട്ടികളുടെ നേതൃത്വത്തിലും ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലും അധ്യാപകരുടെ നേതൃത്വത്തിലും വിപുലമായി സംഘടിപ്പിക്കണം. കലോത്സവം കൊടകരയുടെ തന്നെ ഒരു വലിയൊരു ഉത്സവമാക്കി മാറ്റണം. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പബ്ലിസിറ്റിയുടെ ഭാഗമായി ഒരു റീൽസ് മത്സരം നടത്തുന്നുണ്ട്. കലോത്സവം ഒന്നിച്ച വിജയമാക്കി തീർക്കുന്നത് നിങ്ങളുടെ എവിടെയും സഹകരണമാതിയായി പ്രതീക്ഷിക്കുകയാണ്. അതോടൊപ്പം നമ്മൾ ഈ കൊടകരയെ സംബന്ധിച്ചിടത്തോളം കൊടകരയുടെ പ്രവൃത്തിക്ക് അനുസരിച്ച് ഈ കലോത്സവം അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന് മുകുന്ദപുരം സർക്കിൾ സഹകരണ യൂണിയൻ ആസ്ഥാനത്ത് ഡെപ്യൂട്ടി രജിസ്ട്രാർ K വേദവതി പതാക ഉയർത്തി. അസിസ്റ്റന്റ് രജിസ്ട്രാർ ബ്ലിസൺ C ഡേവീസ് സഹകരണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അസിസ്റ്റന്റ് ഡയറക്ടർ PV സൗമ്യ മുകുന്ദപുരം സർക്കിൾ സഹകരണ യൂണിയന്റെ കീഴിൽ 240 സംഘങ്ങളിൽ സഹകാരികൾ സഹകരണ പതാക ഉയർത്തുകയും സഹകരണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. മുകുന്ദപുരം സർക്കിൾ സഹകരണ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സർക്കിൾ തല സഹകരണ വാരാഘോഷ സമാപനം ഈ മാസം 18-ന് ഉച്ചയ്ക്ക് 2-ന് ഇരിങ്ങാലക്കുട ടൗൺ ഹാളിൽ വെച്ച് നടക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം നിർവഹിക്കും. സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായി സഹകരണ സംഘങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നു എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള സെമിനാർ മുൻ വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ് വിഷയം അവതരിപ്പിച്ച് സംസാരിക്കും. ചുമട്ടുതൊഴിലാളി മേഖലയെ സംരക്ഷിക്കുക, ചുമട്ടുതൊഴിലാളികൾക്കെതിരെയുള്ള ചൂഷണം അവസാനിപ്പിക്കുക, ESI പദ്ധതി നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച ഇരിങ്ങാലക്കുട ഓഫീസിന് മുൻപിൽ INTUC ഫെഡറേഷൻ ധർണ സംഘടിപ്പിച്ചു. INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് സോമൻ മൂത്രത്തിക്കര ഉദ്ഘാടനം ചെയ്തു. പോൾ കരുമാലിക്കൽ അധ്യക്ഷത വഹിച്ചു. ക്ഷമനിധി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക, ചുമട്ടുതൊഴിലാളി നിയമം പരിഷ്കരിക്കുക, NFSA ബെബ്കോ തൊഴിലാളികളുടെ കൂലി വർദ്ധിപ്പിക്കുക, സ്കാറ്റേഡ് വിഭാഗം വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷൻ പുനഃസ്ഥാപിക്കുക, ക്ഷേമ പദ്ധതികൾ പരിഷ്കരിക്കുക എന്നീ ആവശ്യങ്ങളും ധർണയിൽ ഉന്നയിച്ചു. ഭരത് കുമാർ ഇരിങ്ങാലക്കുട, സനോജ് കുമാർ, അജീവ് കുമാർ എന്നിവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഹെഡ്ലോഡ് ജനറൽ വർക്കേഴ്സ് ഫെഡറേഷൻ INTUC ആളൂർ മേഖലയുടെ നേതൃത്വത്തിൽ ആളൂർ കൊടകര ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡിന് മുൻപിൽ ധർണ സംഘടിപ്പിച്ചു. INTUC ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം ആന്റണി കുറ്റുകാരൻ ഉദ്ഘാടനം ചെയ്തു. സോമൻ ചിറ്റത്ത് അധ്യക്ഷത വഹിച്ചു. ലിംസൺ പല്ലൻ, ജോർജ് എന്നിവർ സംസാരിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 7-ാം വാർഡിലെ സ്മാർട്ട് അംഗൻവാടി നവീകരിച്ച മിന്നാരി അംഗൻവാടിയുടെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. അമ്പനോളി മുൻ വികാരിയായിരുന്ന ഫാദർ ഫ്രാങ്കോ പറപ്പുള്ളി വിശിഷ്ടാതിഥിയായി. വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VS നിജിൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈബി സജി, ബ്ലോക്ക് അംഗം TK അസൈൻ,
ICDS സൂപ്പർവൈസർമാരായ TA വിജയലക്ഷ്മി, CS ബിജിമോൾ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ദിവ്യ ഗോപിനാഥ്, ജനപ്രതിനിധികൾ എന്നിവർ സന്നിഹിതരായി. 12 ലക്ഷം രൂപ ചെലവിലായിരുന്നു നിർമ്മാണം. മാടക്കത്ര കട്ടിലപ്പൂവത്ത് വീടിന് നേരെ കാട്ടാനയുടെ ആക്രമണം. വീടിന്റെ മതിലും ഗേറ്റും കാട്ടാന തകർത്തു. തൈക്കാട് മൂളയിൽ രാജുവിന്റെ വീടിന് നേരെയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. വ്യാഴാഴ്ച പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. കട്ടിലപ്പൂവം മൂകാശുപത്രിക്കും പള്ളിക്കുമിടയിലുള്ള തൈക്കാട് മുളയിൽ വീട്ടിൽ രാജു താമസിച്ചിരുന്ന വാടക വീടിന്റെ മതിലും ഗേറ്റുമാണ് കാട്ടാന തകർത്തത്. 3 കുട്ടികളടക്കം 6 പേരാണ് വീട്ടിലുണ്ടായിരുന്നത്. ആനയുടെ പരാക്രമം കണ്ട വീട്ടുകാർ ഭയന്ന് വിറച്ചു. വീടിന്റെ ഗേറ്റും മതിലും തകർത്ത ശേഷം സമീപത്തെ പള്ളിപ്പറമ്പിലേക്ക് കയറിയ കാട്ടാന പിന്നീട് സ്വമേധയാ കാട് കയറുകയായിരുന്നു. കഴിഞ്ഞ 2.5 വർഷത്തോളമായി വടക്കാഞ്ചേരി മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണെങ്കിലും കട്ടിലപ്പൂവത്ത് കാട്ടാന ഇറങ്ങി നാശം വിതയ്ക്കുന്നത് ഇത് 2ാം തവണയാണ്. കുതിരാൻ തുരങ്കപാത തുറന്നതോടെയാണ് പ്രദേശത്തേക്ക് കാട്ടാനകൾ വന്നു തുടങ്ങിയതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. തുരങ്കപാത തുറന്നതോടെ പഴയ കുതിരാൻ പാത അടച്ചിരുന്നു. ഇതോടെ പഴയ പാത വഴി വാഹന ഗതാഗതവും നിലച്ചു. ഇതോടെയാണ് PC വനമേഖലയിൽ നിന്നും പഴയ പാത മുറിച്ച് വടക്കാഞ്ചേരി വനമേഖലയിലേക്ക് കാട്ടാനകൾ കടന്നതെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. വിവരമറിഞ്ഞ് പട്ടിക്കാട് വനം വകുപ്പ് അധികൃതരും മാടക്കത്തറ പഞ്ചായത്ത് അധികൃതരും സംഭവസ്ഥലം സന്ദർശിച്ചു. ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയതോടെ പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലയോര ഹൈവേ നിർമ്മാണത്തിനായി വനഭൂമി ലഭ്യമാക്കുന്നത് സംബന്ധിച്ച ബന്ധപ്പെട്ടവരുടെ ഒരു യോഗം ജില്ലാ കളക്ടറുടെ ചേംബറിൽ വെള്ളിയാഴ്ച രാവിലെ 10:30 ചേരുന്നതാണ്. അനന്തപുരം സെന്റ് ജോസഫ് സ്കൂളിൽ കുട്ടികൾക്ക് വേണ്ടി ചൈൽഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ സിസ്റ്റർ ലയ വെള്ളരിപ്രാവിനെ പറത്തി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. മദർ സുപ്പീരിയർ സിസ്റ്റർ കാരുണ്യ അധ്യക്ഷയായിരുന്നു. PTA പ്രസിഡന്റ് KL ജോബി, PTA അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായി. കുട്ടികളുടെ കലാപരിപാടികൾ, DJ, ഗെയിംസ്, ഫുഡ് ഫെസ്റ്റിവൽ എന്നിവയും ഉണ്ടായിരുന്നു. സ്വർണ്ണവില തുടർച്ചയായി കൂപ്പുകുത്തുന്നു. കേരളത്തിൽ വ്യാഴാഴ്ചയും പവന് 850 രൂപ കുറഞ്ഞ് വില 56,000 രൂപയ്ക്ക് താഴെയെത്തി. 55,480 രൂപയിലാണ് വ്യാപാരം നടന്നത്. ഗ്രാമിന് 110 രൂപ കുറഞ്ഞ് വില 6,935 രൂപയായി. സെപ്റ്റംബർ 23 ശേഷം ആദ്യമായാണ് പവൻ വില 56,000 രൂപയ്ക്ക് താഴെയും ഗ്രാമിന്റെ വില 7,000 രൂപയ്ക്കും താഴെയും എത്തുന്നത്. ഈ മാസം ഇതുവരെ പവന് കുറഞ്ഞത് 4,160 രൂപയാണ്. ഗ്രാമിന് 520 രൂപയും കുറഞ്ഞു. വാഹന വിൽപ്പന നടന്നു കഴിഞ്ഞാൽ എത്രയും വേഗം ഉടമസ്ഥാവകാശം മാറ്റണമെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ മുന്നറിയിപ്പ്. വാഹന സംബന്ധിയായ ഏത് കേസിലും 1-ാം പ്രതി RC ഉടമയാണ്. വാഹനം കൈമാറി 14 ദിവസത്തിനുള്ളിൽ ഉടമസ്ഥാവകാശം മാറ്റാനുള്ള അപേക്ഷ RT ഓഫീസിൽ നൽകണം. തുടർന്ന് ഉടമസ്ഥ കൈമാറ്റ ഫീസടവ് നടപടി പൂർത്തിയാക്കണം. 15 വർഷം കഴിഞ്ഞ വാഹനമാണെങ്കിൽ 200 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ വാഹനം വാങ്ങുന്ന വ്യക്തിയുടെ പേരിൽ സത്യവാങ്മൂലവും നൽകണം. വാഹനത്തിന് എന്തെങ്കിലും ബാധ്യതയുണ്ടോ എന്ന് വാഹനം വാങ്ങുന്നയാൾ ഉറപ്പുവരുത്തണം. വാഹനം വിറ്റ ശേഷമുള്ള പരാതികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ മുന്നറിയിപ്പ്. വാഹനം വിൽക്കുന്നത് അടുത്ത ബന്ധുക്കൾക്കോ കൂട്ടുകാർക്കോ സെക്കൻഡ് ഹാൻഡ് വാഹന ഡീലർമാർക്കോ ആയാൽ പോലും ഒരു പേപ്പറിലോ മുദ്രപത്രങ്ങളിലോ ഒപ്പിട്ട് വാങ്ങിയതിന്റെ പേരിൽ വാഹന കൈമാറ്റം പൂർത്തിയായെന്ന് കരുതരുതെന്ന് വാഹനവകുപ്പ് പറയുന്നു. RT ഓഫീസുകളിൽ ഡീലർഷിപ്പ് രജിസ്റ്റർ ചെയ്ത സെക്കൻഡ് ഹാൻഡ് വാഹന ഡീലർമാർക്ക് വാഹനം വിൽക്കുമ്പോൾ പിന്നീട് അവർക്കാണ് ഉത്തരവാദിത്വം. ഈ വാഹനം ആർക്കെങ്കിലും വിൽക്കുമ്പോൾ കൈമാറ്റ നടപടി പൂർത്തിയാക്കേണ്ടത് ഡീലറാണ്. എന്നാൽ ഡീലർഷിപ്പ് രജിസ്ട്രേഷനുള്ള 3 സെക്കൻഡ് ഹാൻഡ് വാഹന ഡീലർമാർ മാത്രമാണ് സംസ്ഥാനത്തുള്ളത്. ഇനി ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. പുതുക്കാട് GVHS സ്കൂളിൽ ഫുൾ ടൈം ക്ലീനിംഗ് സ്റ്റാഫിന്റെ ഒഴിവുണ്ട്. ഉദ്യോഗാർത്ഥികൾ രേഖകൾ സഹിതം വെള്ളിയാഴ്ച രാവിലെ 10:30 സ്കൂളിൽ അഭിമുഖത്തിന് പങ്കെടുക്കണം. ഫോൺ 04802756 സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6,935, പവന് 55,480 രൂപ. വരന്തരപ്പള്ളി തെക്കുമുറി കളപ്പുരയ്ക്കൽ ചന്ദ്രൻ ഭാര്യ ലളിത അന്തരിച്ചു. 72 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ദിനേശ്, പ്രീതി എന്നിവർ മക്കളും ഉണ്ണികൃഷ്ണൻ, സിജി എന്നിവർ മരുമക്കളുമാണ്. അഴകം
വിളക്കത്തലത്ത് പരേതനായ നാരായണൻകുട്ടി ഭാര്യ സരസ്വതി അന്തരിച്ചു. 83 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സുരേഷ് കുമാർ, ശ്രീകുമാർ, രാംകുമാർ എന്നിവർ മക്കളും സിതാര, പരേതയായ ആശ എന്നിവർ മരുമക്കളുമാണ്. പുതുക്കാട് ചിറയത്ത് കാട്ടുമാത്ത് ഡേവീസ് അന്തരിച്ചു. 79 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മെറ്റിയാണ് ഭാര്യ. ലിസ, ലേഖ, ലിത, ലിന്ന എന്നിവർ മക്കളും. രാജു മേനാച്ചേരി, ജോജോ കാക്കശ്ശേരി, ജോസ് പടയാട്ടി, സിജോ ചിറ്റിലപ്പിള്ളി എന്നിവർ മരുമക്കളുമാണ്. കൊടകര പേരാമ്പ്ര തെറ്റയിൽ ചെമ്മിഞ്ചേരി വീട്ടിൽ ആന്റണി അന്തരിച്ചു. മുൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ്. സംസ്കാരം വെള്ളിയാഴ്ച വൈകുന്നേരം 4-ന് പേരാമ്പ്ര സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ നടക്കും. അൽഫോൻസിയാണ് ഭാര്യ. ആൽജോ, ആൻസൺ എന്നിവർ മക്കളും. സജന, ഇവ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ചാച്ചാജിയുടെ ഓർമ്മകളുമായി ശിശുദിനം. നാടെങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ. പാടശേഖരങ്ങളിൽ മദ്യക്കുപ്പികൾ വലിച്ചെറിഞ്ഞ് മദ്യസംഘങ്ങൾ. വെസ്റ്റ്, ധനികുളം, പൊന്തിപ്പുലം എന്നീ പാടശേഖര സമിതികളാണ് മദ്യപാനികളുടെ ക്രൂര വിനോദത്തിന്റെ ഇരകൾ. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് സമീപം ദേശീയപാതയിലെ കുഴിയിൽ വീണ ബൈക്ക് യാത്രികന് പരിക്ക്. ആലങ്ങാട് പീച്ചാമ്പള്ളി റോഡിൽ തോടിന് സമീപത്തു നിന്നും കഞ്ചാവ് ചെടി കണ്ടെത്തി. 2.5 അടി നീളമുള്ള 2 മാസം പ്രായമുള്ള കഞ്ചാവ് ചെടിയാണ് കണ്ടെത്തിയത്. ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ല കേരള സ്കൂൾ കലോത്സവം ഈ മാസം 18 മുതൽ 21 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചുമട്ടുതൊഴിലാളി മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധയിടങ്ങളിൽ ചുമട്ടുതൊഴിലാളികൾ പ്രതിഷേധ ധർണ നടത്തി. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 5 ലക്ഷം രൂപ ചെലവഴിച്ച് എച്ചിപ്പാറ ട്രൈബൽ സ്കൂളിൽ ആധുനിക രീതിയിൽ സജ്ജീകരിച്ച കമ്പ്യൂട്ടർ ലാബ് തുറന്നു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.